കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ഗൗരവമേറിയ ഒരു കരാർ ലംഘനത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശ നിക്ഷേപ വിവാദങ്ങളിൽ വലിയൊരു നിയമപരമായ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തുറമുഖത്തിന്റെ ഓഹരികൾ വാങ്ങാൻ ഒരുങ്ങുന്ന ആഗോള കമ്പനിയായ MSCക്ക് വിഴിഞ്ഞത്തിന് വെറും 190 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തൂത്തുക്കുടി തുറമുഖത്തിൽ സ്വന്തമായി ടെർമിനൽ ഉണ്ട് എന്ന വസ്തുത പുറത്തുവിട്ടുകൊണ്ടാണ് ഈ തർക്കം പുതിയൊരു നയപരമായ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് കരാറിലെ 5(9) വകുപ്പ് പ്രകാരം ഇവിടെ നിക്ഷേപം നടത്തുന്ന ഒരു കമ്പനിക്ക് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തും നിക്ഷേപ പങ്കാളിത്തം പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചട്ടം ലംഘിച്ച് മുന്നോട്ടു പോകുന്ന കോർപ്പറേറ്റ് നീക്കങ്ങളെ സ്വന്തം പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ മൃദു സമീപനങ്ങളെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി നേരിടുന്നത്. ഭരണപരമായ സുതാര്യതയെയും സംസ്ഥാനത്തിന്റെ ദീർഘകാല സാമ്പത്തിക താല്പര്യങ്ങളെയും ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കരാർ ലംഘനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തീരുമാനങ്ങൾ കൃത്യമായ സ്ഥാപനപരമായ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള ഈ ചർച്ചയിൽ നിങ്ങളുടെ നിലപാടുകൾ താഴെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ വിശകലനം പരമാവധി ഷെയർ ചെയ്യുക.